ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അങ്കത്തട്ടുണർന്നു. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഏപ്രിൽ 4 മുതൽ. എൻഡിഎയുടെ പ്രചാരണാർത്ഥം പ്രധാനമന്ത്രി ചൊവ്വാഴ്ച കേരളത്തിലെത്തും. രാഹുൽ ഗാന്ധി അടുത്തയാഴ്ച വയനാട്ടിൽ. പ്രചാരണം ശക്തമാക്കി LDF. അരുണാചൽ പ്രദേശ്, സിക്കിം നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ജൂൺ 2 മാറ്റിയതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കണ്ണൂർ കേളകത്ത് കടുവയെ പിടികൂടുന്നതിനുള്ള ശ്രമം വനംവകുപ്പ് ഊർജിതമാക്കി. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ന് രാത്രി ഡൽഹി ക്യാപിറ്റൽസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടും. വാർത്തകൾ വിശദമായി. 18ാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് 39 ദിവസം മാത്രം ബാക്കി നിൽക്കെ സംസ്ഥാനത്ത് അങ്കത്തട്ടുണർന്നു. പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളെല്ലാം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ മത്സരരംഗം സുവ്യക്തം. കളം നിറച്ചുള്ള പ്രചാരണത്തിനൊരുങ്ങുകയാണ് സംസ്ഥാനത്ത് മുന്നണികൾ. ചൊവ്വാഴ്ച പ്രധാനമന്ത്രി വീണ്ടും കേരളത്തിലെത്തും. ആഴ്ച അവസാനത്തോടെ വയനാട്ടിലെത്തുന്ന രാഹുൽ ഗാന്ധിക്ക് വമ്പൻ വരവേൽപ്പ് ഒരുക്കാനാണ് UDF നീക്കം. UDFനും BJPക്കും എതിരെ പഴുതടച്ച പ്രചാരണത്തിനൊരുങ്ങുകയാണ് LDF. ഏപ്രിൽ 19 ആരംഭിച്ച് ജൂൺ 1 വരെ 7 ഘട്ടങ്ങളിലായിട്ടാണ് രാജ്യത്തെ 543 മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. കേരളത്തിൽ ഏപ്രിൽ 26 വിധിയെഴുത്ത്. ജൂൺ 4 വോട്ടെണ്ണൽ. ഈ മാസം 28 തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കും. ഏപ്രിൽ 4 മുതൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കുറ്റമറ്റതാക്കാൻ 4M ഫോർമുല അടിസ്ഥാനപ്പെടുത്തിയുള്ള നടപടികളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മണി അഥവാ പണം, മസിൽ പവർ അഥവാ സംഘടിത ശക്തി, മിസ്ഇൻഫർമേഷൻ എന്ന തെറ്റായ വിവരപ്രചാരണം, MCC അഥവാ പെരുമാറ്റച്ചട്ട ലംഘനം എന്നിവ അനുവദിക്കില്ല എന്നതാണ് 4M ഫോർമുല കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് കമ്മീഷൻ അറിയിച്ചു. കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിനിടയിൽ ഇന്ത്യയെ പുരോഗതിയിലേക്ക് നയിക്കാൻ NDA സർക്കാരിന് കഴിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആന്ധ്രാപ്രദേശിലെ പൽനാടിൽ NDA തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ജനങ്ങളെ ഒന്നിച്ചു നിർത്താൻ NDA ശ്രമിക്കുമ്പോൾ ജനതയെ ഭിന്നിപ്പിക്കാനാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന INDAA സഖ്യം ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ വീണ്ടും കേരളത്തിലെത്തും. പാലക്കാട് നഗരത്തിൽ പ്രധാനമന്ത്രി റോഡ് ഷോ നടത്തും. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ പൊന്നാനി ലോക്സഭാ മണ്ഡലം ഉണർന്നു. LDF, UDF, BJP സ്ഥാനാർത്ഥികൾ പ്രചാരണത്തിൽ മേൽക്കൈ നേടാനുള്ള ശ്രമത്തിലാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലും NDA മികച്ച മുന്നേറ്റം നടത്തുമെന്ന് BJP സംസ്ഥാന പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ. UDF, LDF മുന്നണികളെ മലയാളികൾ പുറന്തള്ളുക തന്നെ ചെയ്യും. നരേന്ദ്രമോദി ഹാട്രിക് വിജയം നേടുമ്പോൾ കേന്ദ്രഭരണത്തിൽ കേരളവും പങ്കാളികളാവുമെന്നും ശ്രീ ജാവ്ദേക്കർ തിരുവനന്തപുരത്ത് പറഞ്ഞു. ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ കൊള്ളയാണ് ഇലക്ട്രൽ ബോണ്ടെന്ന് KPCC ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസൻ. നികുതി വെട്ടിപ്പ് നടത്തിയ പ്രമുഖ മരുന്ന് കമ്പനികൾ 2022 കൂട്ടത്തോടെ ബോണ്ട് വാങ്ങി. ഈ അഴിമതി തെരഞ്ഞെടുപ്പ് വേളയിൽ വ്യാപകമായി വിചാരണ ചെയ്യപ്പെടുമെന്ന് ഹസൻ പറഞ്ഞു. ഇടുക്കി ജില്ലയിൽ ഇലക്ഷൻ എക്സ്പെൻഡിച്ചർ മോണിറ്ററിംഗ് സംവിധാനം പ്രവർത്തനം ആരംഭിച്ചതായി ജില്ലാ ഇലക്ഷൻ ഓഫീസറും ജില്ലാ കളക്ടറുമായ ഷീബ ജോർജ് അറിയിച്ചു. തെരഞ്ഞെടുപ്പ് ചെലവ് നിരീക്ഷണത്തിന്റെ ഭാഗമായുള്ള നിരീക്ഷകർ, ഫ്ലൈയിംഗ് സ്ക്വാഡ്, സ്റ്റാറ്റിക് സർവെയിലൻസ് ടീം, വീഡിയോ സർവെയിലൻസ് ടീം എന്നിവയും പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. കോട്ടയത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിവിധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി നോഡൽ ഓഫീസർമാരെ നിയോഗിച്ചതായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കളക്ടർ V വിഘ്നേശ്വരി അറിയിച്ചു. ശബരിമലയിൽ 2ാം ഉത്സവ ദിനമായ ഇന്നും ഭക്തജനത്തിരക്ക്. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ 8 ദിവസം നടക്കുന്ന ഉത്സവ ബലി ചടങ്ങുകൾക്കും ഇന്ന് തുടക്കമായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ. രാവിലെ 10 ഉച്ചപൂജ പൂർത്തിയാക്കി ഉത്സവബലി ചടങ്ങുകൾ ആരംഭിച്ചു. ഉച്ചയ്ക്ക് 12 ഭക്തർക്ക് ഉത്സവബലി ദർശനവും നടന്നു. വലിയ തിരക്കാണ് ഉത്സവത്തോടനുബന്ധിച്ച് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. 5ാം ഉത്സവ ദിനമായ 20 മുതൽ 9ാം ഉത്സവമായ 24 വരെ രാത്രി ശ്രീഭൂതബലിക്ക് ശേഷം വിളക്കെഴുന്നള്ളപ്പും നടക്കും. 24 രാത്രി ശരംകുത്തിയിൽ പള്ളിവേട്ട നടക്കും. പൈങ്കുനി ഉത്രം നാളായ 25 ഉച്ചയ്ക്ക് 11:30 അയ്യപ്പസ്വാമിക്ക് പമ്പയിൽ ആറാട്ട് നടക്കും. അതിനുശേഷം ദേവനെ പമ്പ ഗണപതി കോവിലേക്ക് എഴുന്നള്ളിച്ചിരുത്തും. വൈകിട്ട് 3 വരെ പമ്പയിൽ ദർശനത്തിനും പറ വഴിപാടിനും അവസരമുണ്ട്. ആറാട്ട് ഘോഷയാത്ര സന്നിധാനത്ത് എത്തിയ ശേഷം കൊടിയിറക്കി പൂജകൾ പൂർത്തിയാക്കും. ചടങ്ങുകൾ പൂർത്തിയാക്കി രാത്രി 10 നടയടയ്ക്കും. സംസ്ഥാനത്ത് ഇരുചക്ര വാഹനങ്ങളിൽ അഭ്യാസ പ്രകടനങ്ങൾ തടയുന്നതിന്റെ ഭാഗമായി പോലീസും മോട്ടോർ വാഹന വകുപ്പും ചേർന്ന് നടത്തിയ സംയുക്ത പരിശോധനയിൽ 26 പേരുടെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കാനും 4 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാനും നടപടി സ്വീകരിച്ചു. 4,70,750 രൂപ പിഴ ഈടാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്ര സമാപിച്ചു. മുംബൈയിലെ ശിവാജി പാർക്കിൽ നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ ഇന്ത്യ സഖ്യത്തിലെ പ്രമുഖ നേതാക്കൾ പങ്കെടുത്തു. മണിപ്പൂരിൽ ജനുവരി 14 ആരംഭിച്ച യാത്ര 15 സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നുപോയത്. വയനാട് ജില്ലയിൽ അരിവാൾ കോശരോഗിയിൽ ആദ്യമായി ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കി മാനന്തവാടി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി. സിക്കിൾ സെൽ രോഗിയായതിനാൽ അതീവ സൂക്ഷ്മതയോടെയാണ് ശസ്ത്രക്രിയ നടത്തിയത്. ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെയും മെഡിസിൻ വിഭാഗത്തിന്റെയും കൂട്ടായ പ്രയത്നത്തിലൂടെയാണ് ശസ്ത്രക്രിയ വിജയകരമാക്കിയത്. ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ മുഴുവൻ ടീമിനെയും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അഭിനന്ദിച്ചു. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനിന്റെ ഭാഗമായി മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ്. സംസ്ഥാനത്തെ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെയും ജനപങ്കാളിത്തത്തോടെയും മഴക്കാലത്തിന് മുൻപുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനാണ് തീരുമാനം. കണ്ണൂർ കേളകം പഞ്ചായത്തിലെ അടയ്ക്കാത്തോട് കണ്ടെത്തിയ കടുവയെ പിടികൂടുന്നതിനുള്ള ശ്രമം വനംവകുപ്പ് ഊർജിതമാക്കി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ.ഒ. ശശിധരൻ. ഇന്ന് ഉച്ചയോടെയാണ് കടുവയെ വീണ്ടും വനംവകുപ്പ് അധികൃതർ കണ്ടെത്തിയത്. മയക്കുവെടിവെച്ച് പിടികൂടാനുള്ള ശ്രമത്തിലാണ് വനംവകുപ്പ്. ഇതിനായുള്ള സജ്ജീകരണങ്ങളുമായി മുന്നോട്ടു പോവുകയാണ്. ഇന്നലെ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് വാളമുക്കിലെ ഹമീദ് റാവുത്തർ കോളനിയിൽ കൂട് സ്ഥാപിച്ചിരുന്നു. ഡ്രോൺ ഉപയോഗിച്ചും വ്യാപക പരിശോധന നടത്തിയിരുന്നു. അടയ്ക്കാത്തോട് കരിയാങ്കാപ്പിൽ ഇന്നലെ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളാണ് കടുവയെ കണ്ടത്. റോഡരികിലൂടെ കടുവ നടന്നു നീങ്ങുന്ന ദൃശ്യം മൊബൈലിൽ പകർത്തുകയും ചെയ്തിരുന്നു. പ്രദേശത്ത് നിരോധനാജ്ഞ നിലവിലുണ്ട്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കടുവയുടെ സാന്നിധ്യമുള്ളതായി പ്രദേശത്തെ വീട്ടുകാർ പറഞ്ഞു. പ്രശസ്തമായ തൃശൂർ ആറാട്ടുപുഴ പൂരത്തോടനുബന്ധിച്ച് ഇന്ന് വൈകിട്ട് വെടിക്കെട്ട് പൊതുദർശനം നടത്തും. ഈ മാസം 22, 23 തീയതികളിലും വെടിക്കെട്ട് പൊതുദർശനം ഉണ്ടാകുമെന്ന് ക്ഷേത്രാധികാരികൾ അറിയിച്ചു. കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളം വഴി കടത്താൻ ശ്രമിച്ച 4.4 കോടിയുടെ 6.8 കിലോ സ്വർണം എയർ കസ്റ്റംസ് പിടികൂടി. വിവിധ സമയങ്ങളിലായി എത്തിയ 10ഓളം യാത്രക്കാരിൽ നിന്നാണ് ഇത്രയധികം സ്വർണം പിടികൂടിയത്. ദുബായിൽ നിന്നെത്തിയ യാത്രക്കാരനിൽ നിന്ന് 9.46 ലക്ഷം രൂപ വില വരുന്ന സിഗരറ്റും മറ്റൊരു യാത്രക്കാരനിൽ നിന്ന് 16.27 ലക്ഷത്തിന്റെ വിദേശ കറൻസിയും പിടിച്ചെടുത്തു. പത്തനംതിട്ട ആറന്മുളയിൽ അയൽക്കാരന്റെ കടയ്ക്ക് മുൻപിൽ തീ കൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച വീട്ടമ്മ മരിച്ചു. വല്ലന രാജാവിലാസം വീട്ടിൽ രജനിയാണ് കളമശ്ശേരിയിലെ ആശുപത്രിയിൽ മരിച്ചത്. കോഴിക്കോട് താമരശ്ശേരിയിൽ MDMA പിടികൂടി. 193.76 ഗ്രാം MDMA ആണ് എക്സൈസ് പിടികൂടിയത്. ഉണ്ണിക്കുളം ബാലുശ്ശേരി സ്വദേശികളായ 2 പേരിൽ നിന്നാണ് MDMA പിടികൂടിയത്. നാഷണൽ ആയുഷ് മിഷൻ വിവിധ തസ്തികകളിലേക്ക് സംസ്ഥാന ജില്ലാ അടിസ്ഥാനത്തിൽ നാളെ മുതൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന അഭിമുഖങ്ങളും എഴുത്തുപരീക്ഷയും നിർത്തിവച്ചതായി അറിയിച്ചു. പുതുക്കിയ തീയതികൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിനെ തുടർന്നാണ് പരീക്ഷ മാറ്റിയത്. സംസ്ഥാനത്ത് കടുത്ത ചൂട് തുടരുന്നു. 10 ജില്ലകളിൽ ഈ മാസം 20 വരെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. പാലക്കാട്, കൊല്ലം ജില്ലകളിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, കോട്ടയം, പത്തനംതിട്ട, തൃശൂർ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം, എറണാകുളം, കണ്ണൂർ ജില്ലകളിൽ താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് അറിയിച്ചു. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടും. രാത്രി 7:30 ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അങ്കത്തട്ടുണർന്നു. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഏപ്രിൽ 4 മുതൽ. NDAയുടെ പ്രചാരണാർത്ഥം പ്രധാനമന്ത്രി ചൊവ്വാഴ്ച കേരളത്തിലെത്തും. രാഹുൽ ഗാന്ധി അടുത്തയാഴ്ച വയനാട്ടിൽ. പ്രചാരണം ശക്തമാക്കി LDF. അരുണാചൽ പ്രദേശ്, സിക്കിം നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ജൂൺ 2 മാറ്റിയതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കണ്ണൂർ കേളകത്ത് കടുവയെ പിടികൂടുന്നതിനുള്ള ശ്രമം വനംവകുപ്പ് ഊർജിതമാക്കി. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ന് രാത്രി ഡൽഹി ക്യാപിറ്റൽസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.